അധികാരത്തിൽ വന്നാൽ മുനമ്പം വഖഫ് ഭൂമിയുമായി ബന്ധപ്പെട്ട തർക്കം 10 മിനിറ്റ് കൊണ്ട് വെറും 10 മിനിറ്റ് കൊണ്ട് പരിഹരിക്കുമെന്ന് ആവർത്തിച്ച് പറഞ്ഞ ആളാണ് സതീശൻ. 10 മിനിറ്റ് എന്താണെന്ന് എല്ലാവരും ചോദിച്ചു. അത് ഇവർ ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ ഞങ്ങൾ കാണിച്ചു തരാം 10 മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കുന്നത്. ഞാൻ ആദ്യം മുതലേ എടുത്തിരുന്ന സ്റ്റാൻഡാണ്, ഇത് വഖഫ് ഭൂമി അല്ല. അത് വഖഫ് ഭൂമിയല്ല എന്ന് സതീശൻ പറയുമ്പോഴും ലീഗിന് ആ അഭിപ്രായമില്ല കേട്ടോ. ഇവിടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു, അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞു, അത് വഖഫ് ഭൂമിയല്ല. മുസ്ലിം ലീഗിന് അഭിപ്രായമില്ല. എങ്കിലും സതീശൻ പറയും ടീം UDF എന്ന്. ശരിക്കും മുസ്ലിം ലീഗ് നേതാക്കളുടെ മാനേജ്മെന്റിന് കീഴിലുള്ള ഫാറൂഖ് കോളേജിന്റെ ഉടമസ്ഥയിലുണ്ടായിരുന്ന വഖഫ് ഭൂമിയാണ് വർഷങ്ങൾക്ക് മുമ്പ് അവർ മുനമ്പത്തെ പാവങ്ങൾക്ക് വിറ്റത്. എന്നാൽ അധ്വാനിച്ചുണ്ടാക്കിയ കാശുകൊണ്ട് ഒരു കൂര പണിയാൻ വേണ്ടി ആ പാവങ്ങൾ വാങ്ങിയ ഭൂമിയാണ് ഇപ്പോൾ വിവാദത്തിലായിരിക്കുന്നത്. അള്ളാഹുവിന്റെ ഭൂമി എന്നറിയപ്പെടുന്ന ഭൂമിയാണ് വഖഫ് ഭൂമി. ലീഗിനെന്താ അള്ളാഹുവിന്റെ ഭൂമി? അവർ അതും വിറ്റ് കാശാക്കും. ലീഗ് നേതാക്കൾ കൈകാര്യം ചെയ്യുന്ന ഫാറൂഖ് കോളേജ് മാനേജ്മെന്റ് കാണിച്ച തോന്നിയാസത്തിന് ഇരയായത് പാവം മുനമ്പൻ നിവാസികളാണ്. അവരെ കുടിയിറക്കാതെ അത് പരിഹരിക്കാനുള്ള നിയമ പോരാട്ടത്തിലായിരുന്നു ഇടത് സർക്കാർ. അവിടെ പോയിട്ടാണ് സതീശൻ 10 മിനിറ്റിന്റെ കുത്തിത്തിരിപ്പ് നടത്തിയത്. എന്നിട്ട് ഇപ്പോൾ അത് ചോദിച്ചപ്പോൾ മുടന്ത ന്യായം പറയുന്ന സതീഷിനെ ന്യായീകരിക്കാനാണ് റിപ്പോർട്ടർ ചാനലിലെ സ്മൃതി പരുത്തിക്കാട് ശ്രമിക്കുന്നത്. അതിന് കൃത്യമായ മറുപടി മീറ്റ് ദ എഡിറ്റേഴ്സിൽ ഡോക്ടർ അരുൺകുമാർ നൽകുമ്പോഴും സ്മൃതി കിടന്ന് മെഴുകുന്നതെന്ന് നമുക്ക് കാണാം. ഗൂഢാലോചന ഉണ്ടെങ്കിൽ അന്വേഷിക്കട്ടെ. പക്ഷേ LDF സർക്കാർ ഒന്നും ചെയ്തില്ല എന്ന് പറയുന്നത് പച്ചക്കള്ളമാണെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. അതിന്റെ തെളിവായി ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഈ റീസർവേയുടെ ഭാഗമായിട്ട് പുറത്തുവിട്ടിരിക്കുന്ന നോട്ടീസാണ്. കളക്ടർ തന്നെ 2024, 25, 26 ഈ മുഴുവൻ ഭൂമിയുടെയും റീസർവേ ചെയ്തു മാത്രമേ ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കാൻ പറ്റൂ. പക്ഷേ അതിന് അവിടെയുള്ള ചില ആളുകൾ സഹകരിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ LDF സർക്കാർ ഒന്നും ചെയ്തില്ല എന്ന് പറഞ്ഞത് പച്ചക്കള്ളമാണെന്നാണ് ഞാൻ പറയാൻ വന്നത്. ഇനി രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, അത് വഖഫുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഈ ഇപ്പോൾ അധികാരത്തിൽ വന്നിരിക്കുന്ന VD സതീശൻ സർക്കാരിനെ കുറ്റപ്പെടുത്താനേ കഴിയില്ല. കാര്യം 7 ദിവസം കൊണ്ട് എന്ത് ചെയ്യാനാണ്? പക്ഷേ 10 മിനിറ്റ് കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാമെന്ന് VD സതീശൻ പറഞ്ഞിരുന്നു. വഖഫിന്റെ മയിൽക്കുറ്റികളുടെ അറബിക്കടലിൽ എറിയണമെന്നും പറഞ്ഞിരുന്നു. പക്ഷേ എന്തുകൊണ്ടാണ് ഈ സർക്കാർ അധികാരത്തിൽ വന്ന് 10 മിനിറ്റ് കൊണ്ട് ഈ വഖഫ് ബോർഡിന് നിർദ്ദേശം കൊടുത്താൽ പോരായിരുന്നോ? അത് ഈ സെക്ഷൻ 97 പ്രകാരം എന്താ അങ്ങനെ നിർദ്ദേശം കൊടുക്കാൻ പറ്റാതെ പോയത്? അങ്ങനെ കൊടുക്കാൻ കഴിയില്ല. ക്വാസി ജുഡീഷ്യൽ അധികാരമുള്ള വഖഫ് ട്രിബ്യൂണലിന്റെ ഒരു കേസായി ഇത് കിടക്കുമ്പോൾ സുപ്രീം കോടതിയിൽ ഈ കേസ് ഇപ്പോൾ അപ്പീൽ പോയിരിക്കുന്നത് വഖഫിന്റെ സംരക്ഷണ സമിതിയാണ്. എന്താണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത്? ആരാണ് ഈ ഭൂമി, മുനമ്പത്തെ 400 ഏക്കറോളം വരുന്ന ഭൂമി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്? വഖഫായി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ആരാ? സ്മൃതി, ഞാനത് ഓർമ്മിപ്പിക്കണോ? അത് 2019 മെയ് മാസം 20-ാം തീയതിയല്ലേ? 2019 മെയ് മാസം 20-ാം തീയതി വഖഫ് ബോർഡ് ആരാ നയിക്കുന്നത്? വഖഫ് ബോർഡ് നയിക്കുന്ന നേതാവിന്റെ പേര് പാണക്കാട് റഷീദ് അലി ശിഹാബ് തങ്ങൾ എന്നല്ലേ? മൊയ്ൻ ഹാജി അടക്കമുള്ള ആളുകൾ ആ വഖഫ് ബോർഡിൽ അംഗങ്ങളല്ലേ? ഈ മുനമ്പത്തെ വിവാദ ഭൂമി അന്ന് നിസാർ കമ്മീഷന്റെ ഉത്തരവിനെ തുടർന്ന് അതിനുശേഷം വഖഫിന്റെ പ്രോപ്പർട്ടിയായി രജിസ്റ്റർ ചെയ്യണമെന്ന് പറഞ്ഞിട്ടും 2019 രജിസ്റ്റർ ചെയ്യാതിരുന്ന ഭൂമി 2019 ഈ വഖഫ് ബോർഡ് ഇറങ്ങിപ്പോകുന്നതിന് തൊട്ട് മുമ്പ് രജിസ്റ്റർ ചെയ്തത് ഈ പറയുന്ന പാണക്കാട് റഷീദ് അലി ശിഹാബ് തങ്ങളല്ലേ? ലീഗ് നേതാവല്ലേ? അതുകൊണ്ടല്ലേ ഇപ്പോൾ ഇത് വഖഫ് ഭൂമിയല്ല എന്ന് പ്രായോഗികമായി ഒരു തീരുമാനമെടുക്കാൻ മുസ്ലിം ലീഗിന് ബുദ്ധിമുട്ടുള്ളത്? അതല്ലേ സ്മൃതി പറഞ്ഞു? സ്മൃതിയുടെ വാക്ക് ഞാൻ കോട്ട് ചെയ്യുക. പ്രായോഗികമായി ലീഗിന് ബുദ്ധിമുട്ടുണ്ട്. എന്താ ബുദ്ധിമുട്ട്? അതേ ലീഗ് നേതാവാണ് ഈ മുനമ്പത്തെ ഭൂമി എന്ത് ചെയ്തത്? വഖഫിന്റെ ഭൂമിയായി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നതാണോ? അല്ല. ഉമീദ് പോർട്ടലിൽ എന്താ ചെയ്തിരിക്കുന്നത്? ഉമീദ് പോർട്ടലിൽ ഡീറ്റെയിൽസ് അപ്ലോഡ് ചെയ്തിരിക്കുകയാണ്. ഏത് ഡീറ്റെയിൽസ് ആണ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്? വഖഫ് എന്നെങ്കിലും ഒരു കാലത്ത് വഖഫ് ബോർഡ് വഖഫ് ഭൂമിയാണ് എന്ന് കരുതിയ എല്ലാ പ്രോപ്പർട്ടിയും കഴിഞ്ഞ ഡിസംബർ 25-ാം തീയതിക്ക് മുമ്പ് 2025 ഈ പറയുന്ന 17-ാം തീയതിക്ക് മുമ്പ് ഈ ഉമീദ് പോർട്ടൽ രജിസ്റ്റർ ചെയ്തിരിക്കണം. അതാണ് വഖഫ് നിയമ ഭേദഗതി 2025. പക്ഷേ വഖഫ് ബോർഡ് അപ്പൊ ചെയ്തില്ല. പകരം എന്ത് ചെയ്തു? പകരം വഖഫ് ബോർഡ് അത് വെച്ച് താമസിപ്പിച്ചു. പക്ഷേ നോക്കൂ, ഈ 17-ാം തീയതി സമയം കഴിയാണ്. ആ സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ ഉത്തരവാദിത്തപ്പെട്ട നിയമം ലംഘിച്ചു എന്നതിന്റെ പേരിൽ ഈ വഖഫ് ബോർഡിന് പിഴ വരും. വഖഫ് ബോർഡിനെതിരെ കർശനമായ നടപടി വരും. വഖഫ് ബോർഡിന് ചെയ്യാതിരിക്കാൻ പറ്റുമോ? കാര്യം ഇത് ഓൾറെഡി രജിസ്റ്റർ ചെയ്യപ്പെട്ടു പോയിരിക്കുന്നു. കോടതിയിലിരിക്കുന്ന കേസാണ്. ഏത് ഡിവിഷൻ ബെഞ്ച് ഈ പറയുന്ന മുനമ്പത്തെ ഏകദേശം 600-ഓളം വരുന്ന മനുഷ്യർക്ക് അനുകൂലമായി വിധിച്ചതിന്റെ പേരിൽ ഈ സർക്കാർ ചെയ്തതെന്താ? ഈ സർക്കാർ അവരിൽ നിന്ന് ടാക്സ് പിരിക്കാൻ തീരുമാനിച്ചു. ആ ടാക്സ് പിരിക്കരുത് എന്ന് പറഞ്ഞു പോയത് വഖഫ് സംരക്ഷണ സമിതി. ആ സംരക്ഷണ സമിതി കോടതി ഉത്തരവ് വരുന്നത് വരെ ഈ റവന്യൂ വകുപ്പ് ഇവരുടെ കയ്യിൽ നിന്ന് ടാക്സ് പിരിച്ചിരുന്നു, ലാൻഡ് ടാക്സ് പിരിച്ചിരുന്നു. ഇപ്പോഴും മുനമ്പത്തുകാരെടുത്ത് നിന്ന് ടാക്സ് പിരിക്കുന്നുണ്ട്. ഇടത് സർക്കാർ കുടിയൊഴിപ്പിക്കാൻ പോയതല്ല. ഇടത് സർക്കാർ ഈ പ്രശ്നം വളരെ രമ്യമായി പരിഹരിക്കണം. വർഗീയതയ്ക്ക് തീപിടിക്കുന്ന ഒരു പ്രദേശമാണത്. ആ പ്രദേശമായി മാറിയത് കാര്യം മാറ്റാൻ വേണ്ടി ചില ആളുകൾ ഇടപെട്ടു. പക്ഷെ അവിടുത്തെ നല്ല മനുഷ്യര് ഈ സർക്കാർ എടുത്ത തീരുമാനത്തിനോടൊപ്പം നിന്നു. പക്ഷെ അപ്പോഴാണ് അതിനിടയ്ക്ക് രാഷ്ട്രീയ കളികളുമായി വന്ന് തെറ്റായ ചില പ്രോമിസ് കൊടുക്കുക. 10 മിനിറ്റ് കൊണ്ട് ഞങ്ങൾ ഈ പ്രശ്നം പരിഹരിക്കുമെന്ന്. എങ്ങനെ പരിഹരിക്കാൻ?
വഖഫ് ബോർഡിന്റെ കേസിൽ കിടക്കുന്ന വിഷയം, ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിൽ ഉണ്ടായിരുന്ന വിഷയം, സുപ്രീം കോടതിയിലേക്ക് പോകുന്ന വിഷയം 10 മിനിറ്റ് കൊണ്ട് എങ്ങനെയാ പരിഹരിക്കാൻ പറ്റുക? പച്ചക്കള്ളമല്ലേ ആ പ്രോമിസ്? ആ പ്രോമിസിൽ ഈ മനുഷ്യൻ വിശ്വസിച്ചിരുന്നില്ലേ? അതല്ലേ പ്രധാനപ്പെട്ട ചോദ്യം. ഈ സർക്കാർ വന്ന് 10 മിനിറ്റ് അല്ലല്ലോ, 7 ദിവസം കഴിഞ്ഞില്ലേ? 10 മിനിറ്റ് കൊണ്ട് പരിഹരിക്കാമായിരുന്നില്ലേ? എന്താ പരിഹരിക്കാഞ്ഞത്? ഒരു വാചകം എടുത്തിട്ട് ആ വാചകം അങ്ങനെ പറയരുത് സ്മൃതി. അവിടെ പ്രതീക്ഷയോടെ നിൽക്കുന്ന മനുഷ്യരാ. പ്രതീക്ഷയോടെ നിൽക്കുന്ന മനുഷ്യർക്ക് സർക്കാരിൽ ഇപ്പോഴും പ്രതീക്ഷയുണ്ട്. കാരണം ആ സർക്കാരിലല്ല, അവരിൽ നിന്ന് ടാക്സ് വാങ്ങി ഇടത് സർക്കാരിൽ പ്രതീക്ഷയുണ്ടായിരുന്നു. അവർ സമരം ചെയ്തിട്ടുണ്ട് പഴയ സർക്കാരിന്റെ കാലത്താണല്ലോ. അവരിപ്പോൾ പിരിച്ചുവിടണമെന്നാണ് അവർ ആവശ്യപ്പെട്ടത്. ആയിക്കോട്ടെ, ഈ വഖഫ് ബോർഡ് മാത്രമല്ല, ഏത് വഖഫ് ബോർഡ് അവിടെ വന്നാലും വഖഫ് ബോർഡിന് സ്വതന്ത്ര തീരുമാനം എടുക്കാൻ ഇപ്പൊ പറ്റൂല. കാരണം എന്താ? 2019 വഖഫ് ബോർഡ് ഇതേ തീരുമാനമെടുത്തു. എന്റെ ചോദ്യം അതാ സ്മൃതി. 2019 വഖഫ് ബോർഡ് അങ്ങനെ തീരുമാനം എടുത്തില്ലെങ്കിൽ ഇന്നിപ്പോ വഖഫ് സംരക്ഷണ സമിതിക്ക് ഇങ്ങനെ കേസിന് പോകാൻ തന്നെ പറ്റുമോ? പറ്റില്ലല്ലോ. അപ്പൊ 2019 ഈ മുനമ്പം ഭൂമി രജിസ്റ്റർ ചെയ്തത് ആരുടെ കാലത്താണ് എന്ന ചോദ്യം മറന്നുകൊണ്ട് ഇതൊരു സാങ്കേതികമായ കാര്യം മാത്രമല്ല ഈ ഉമീദ് സ്റ്റേ ചെയ്തിരിക്കുകയാണല്ലോ. കേൾക്കൂ, ഉമീദ് പോർട്ടൽ അതെ, അത് സ്റ്റേ ചെയ്ത് എങ്ങനെയാ? സർക്കാർ ആരുടെ കൂടെ ആയിരുന്നു? സർക്കാർ ആരുടെ കൂടെ അപ്പീൽ പോയത്? സർക്കാർ ആ വിഷയത്തിൽ എങ്ങനെയാ മുനമ്പം ആൾക്കാരോടൊപ്പം അല്ലേ കക്ഷി പോയത്? അതിന്റെ ഭാഗമായിട്ടല്ലേ സ്റ്റേ വന്നത്? സ്റ്റേ വന്നതിന്റെ തൊട്ടടുത്ത ദിവസം ടാക്സ് എടുക്കാൻ തീരുമാനിച്ചില്ലേ? അവിടുത്തെ ആൾക്കാരുടെ പ്രശ്നങ്ങൾ ഭാഗികമായി പരിഹരിച്ചില്ലേ? അവിടെയല്ലേ നമ്മളിത് കണ്ണടച്ചിരുട്ടാക്കിയിട്ട് കാര്യമില്ല എന്ന് പറയുന്നതിന് കാര്യമില്ല. അപ്പൊ അർത്ഥസത്യങ്ങളെ ഇപ്പോൾ സത്യങ്ങളായി അവതരിപ്പിക്കുന്നത് കൊണ്ടുള്ള പ്രശ്നങ്ങളാണ്. നമുക്ക് ഈ കഴിഞ്ഞുപോയ ദിവസങ്ങൾ മറന്നു പോകരുത് എന്ന് കൂടി അങ്ങനെയാണ് ഞാൻ മാത്രമല്ല അവർ ശക്തമായി പ്രതികരിക്കാൻ BJP കൂടി വന്ന് ഇടപെട്ട ശേഷമൊക്കെയാണ് തീരുമാനമെടുക്കുകയും ഇടപെടലുകളൊക്കെ ചെയ്തത്. അതുവരെ അനങ്ങാതിരുന്നു, അത് വളർന്ന് വലുതാകാതിരുന്നു. ആ സമയത്തെ സർക്കാരോട് പലതവണ വിവരവുമായി അതെന്താണ് ഓർമ്മയില്ല കാലം. ശരി, ഞാൻ മറിച്ചൊരു ചോദ്യം ചോദിക്കട്ടെ. ഇടതുപക്ഷ സർക്കാരിന്റെ കാലത്ത് റവന്യൂ വകുപ്പ് ഇവരുടെ കയ്യിൽ നിന്ന് എപ്പോഴാണ് ടാക്സ് സ്വീകരിക്കാതായത്? പറയൂ. കേസ് വന്നപ്പോഴല്ലേ? കേസ് കൊടുത്തത് ആരാ? വഖഫ് സംരക്ഷണ സമിതിയല്ലേ? ആ സംരക്ഷണ സമിതി എന്നൊരു പ്രത്യേക സംവിധാനമായിരുന്നു. ഇടതുമുന്നണിയുമായി എന്ത് ബന്ധം? ഞാൻ പറഞ്ഞോ? അപ്പൊ ഇടതുമുന്നണി അപ്പൊ ശരി, വഖഫ് സംരക്ഷണ സമിതി കേസിന് പോയി. കേസിന് പോകുന്നതുവരെ ഈ ഭൂമിയുടെ ടാക്സ് ഇടത് സർക്കാർ എടുത്തിരുന്നു. കേസ് പോയതിനു ശേഷമല്ലേ സർക്കാർ അവിടെ നിസ്സഹായരായത്? അതിനുശേഷം സർക്കാരിന് എന്താ ചെയ്യാൻ പറ്റുക? വഖഫിന്റെ വിഷയത്തിൽ വഖഫ് ട്രിബ്യൂണല്, ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച്, സർക്കാർ അപ്പീൽ പോയി. ഒടുവിൽ എന്ത് സംഭവിച്ചു? ഇത് വഖഫ് ഭൂമിയല്ല എന്ന് ഡിവിഷൻ ബെഞ്ചിന് ഉത്തരവ് വന്നു. ആ പെട്ടെന്ന് അടുത്ത നിമിഷം വീണ്ടും ഇതേ വഖഫ് സംരക്ഷണം സുപ്രീം കോടതി പോയി. സർക്കാരിനെതിരെയാണ് അവർ സമരം ചെയ്തത്. ഈ തെരഞ്ഞെടുപ്പിലൊക്കെ ഈ വിഷയം CPM ഉന്നയിച്ചു, കോൺഗ്രസ് ഉന്നയിച്ചു, BJP ഉന്നയിച്ചു. ആർക്കാണ് അവിടെ, ആരുടെ വാക്കുകളാണ് അവിടെ വിലമതിക്കപ്പെട്ടത്? ആർക്കാണ് അവിടെ വോട്ട് കിട്ടിയത്? ആരാണ് വിജയിച്ചത്? ഇതൊക്കെ പ്രധാനപ്പെട്ട കാര്യമാണ്. അവരാരെ വിശ്വസിക്കുന്നത് പ്രധാനമാണ്, ആരുടെ വാക്കാണ് വിശ്വസിക്കുന്നത് പ്രധാനമാണ്. ഇപ്പോൾ ശ്രമം നടത്തിയത് ഈ പറയുന്ന വഖഫ് ബോർഡിലുള്ള CPM പ്രതിനിധികൾ മറുപടി കൊണ്ട് പ്രശ്നം പരിഹരിച്ചല്ലോ. അതാണ് നിങ്ങളുടെ രാഷ്ട്രീയമായിട്ട് ആളുകൾ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. തങ്ങളടക്കം അവിടെ പോയി. അതിനെയൊക്കെ ഞാൻ സ്വാഗതം ചെയ്യുന്ന ആളാണ്. ഒറ്റ കാര്യം കൂടി, ഉമീദ് പോർട്ടൽ രജിസ്റ്റർ ചെയ്ത ഈ വഖഫ് ഭൂമിയിൽ നാളെ സുപ്രീം കോടതി ഉത്തരവ് ഇത് വഖഫ് അല്ല എന്ന ഡിവിഷൻ ബെഞ്ചിന്റെ വിധി ശരിവെക്കുകയാണെങ്കിൽ ഉമീദ് പോർട്ടൽ രജിസ്റ്റർ ചെയ്ത ഈ വഖഫ് ഭൂമി ആയിരിക്കോ, വഖഫ് ഭൂമി അല്ലാതിരിക്കോ? അങ്ങ് പറയും. വഖഫ് ഭൂമി അല്ലാതിരിക്കും എന്ന് പറഞ്ഞാൽ ഉമീദ് പോർട്ടൽ രജിസ്റ്റർ ചെയ്തതുകൊണ്ട് രജിസ്റ്റർ ചെയ്ത വഖഫ് ഭൂമിക്ക് പ്രത്യേക സാങ്ക്ടിറ്റി ഇല്ല. ഇനി രജിസ്റ്റർ ചെയ്യാതിരിക്കുന്നത് കൊണ്ട് അത് വഖഫ് ഭൂമി അല്ലാതാകുന്നതുമില്ല. കാര്യം ഇതിൽ ഓൾറെഡി രജിസ്റ്റർ ചെയ്യപ്പെട്ടു പോയി 2019. ഇതാണ് വസ്തുത. സുപ്രീം കോടതിയിലെ കേസ് നടക്കുന്ന കാര്യമാണ്. പക്ഷെ നിങ്ങൾക്ക് അതിന്റെ ഗൗരവം ഉണ്ടെങ്കിൽ ഈ രാഷ്ട്രീയമായ തീരുമാനം ഈ വഖഫ് ബോർഡ് ചെയ്യുമ്പോൾ രാഷ്ട്രീയമായിട്ടാണ് ഈ വഖഫ് ബോർഡ് രൂപീകരിച്ചിരിക്കുന്നത്. അപ്പൊ രാഷ്ട്രീയമായി വന്നിരിക്കുന്ന ഈ അംഗങ്ങൾ ഇത് കാര്യം ചെയ്യുമ്പോൾ ഈ CPM അതിൽ അറിഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യമാണ് ചോദ്യം. CPM അറിഞ്ഞിട്ടുണ്ടെങ്കിൽ CPM നിലപാട് എന്താണെന്നുള്ള ചോദ്യം അത് CPM പറയേണ്ടതാണ്. CPM നിലപാടാണോ 2019 വഖഫ് ബോർഡ് എടുത്തത്? UDFന്റെ തീരുമാനമാണ്. വേണ്ട എങ്കിൽ 2019 വഖഫ് ബോർഡ് 2019 ആണല്ലോ ഭരിക്കുന്നത്. മുസ്ലിം ലീഗിന്റെ റഷീദ് അലി തങ്ങൾ അധ്യക്ഷനായിരിക്കുന്ന വഖഫ് ബോർഡ് 2019 എടുത്ത തീരുമാനം UDF തീരുമാനമായിരുന്നു? അല്ല, ആയിരുന്നില്ല. തീരുമാനമാവുക. അതിനുശേഷം ചർച്ചകൾ വന്നു. അതിനുശേഷം എങ്ങനെയാണ് ലീഗ് പ്രതികരിച്ചത് നമ്മുടെ മുന്നിലുണ്ട്. ലീഗിന്റെ തിരുത്തൽ നമ്മുടെ മുന്നിലുണ്ട്.
അങ്ങ് ചിരിക്കണ്ട. അങ്ങ് ഈ പറയുന്ന സമരസമിതി എന്ന് പറഞ്ഞ ഒരു സംഘടനയല്ലാതെ മുഴുവൻ മുസ്ലിം സംഘടനകളും ഈ പറയുന്ന കുടുംബങ്ങളെ അവിടെ നിന്ന് ഒഴിപ്പിക്കരുത് എന്ന അഭിപ്രായമുള്ളവരാണ്. പ്രകാരമല്ല. എന്നാൽ LDF നിയമിച്ച വഖഫ് ബോർഡ് ഉമീദ് പോർട്ടൽ ലിസ്റ്റ് ചെയ്തതിന്റെ ഡീറ്റെയിൽസ് അപ്ലോഡ് ചെയ്തത് LDF സർക്കാരിന്റെ താല്പര്യപ്രകാരമാണെന്ന് പറയുന്നതിലെ വൈരുദ്ധ്യം ഓർത്ത് ചിരിച്ചതേ ഉള്ളൂ. എന്താ ഇതിനൊക്കെ പറയാ, കഷ്ടം. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ.